നമുക്ക് മധ്യകേരളത്തിലെയും എറണാകുളത്തെയും അടക്കം വിശേഷങ്ങൾ അറിയാം. അശ്വതിയിലേക്കാണ്. അശ്വതി, ഇടതുവലത് മുന്നണികളൊക്കെ പ്രസ്റ്റീജ് പോരാട്ടമായി കണക്കാക്കുന്ന ജില്ലയാണ് എറണാകുളം. ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കണക്കനുസരിച്ച് 73%-ലേറെയായി 73+ ആയിരിക്കുന്നു വോട്ടിംഗ് ശതമാനം. ഈ ശതമാനക്കണക്ക് കൂടുമ്പോൾ എങ്ങനെയാണ് മുന്നണികളുടെ ഒരു പ്രതീക്ഷകൾ? 73.48% ഏറ്റവും ഒടുവിലായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ശതമാന കണക്കാണ് ഉള്ളത്. പക്ഷേ അത് അന്തിമമാണ് എന്ന് പറയാൻ സാധിക്കില്ല. ഒരു പക്ഷേ ഇനിയും അത് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഒരു 75%-ലധികമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഈ തവണയും ഭേദപ്പെട്ട പോളിംഗ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അത് ഏത് മുന്നണിക്കൊപ്പം നിൽക്കും എന്നതാണ് അറിയേണ്ടത്. പക്ഷേ ഇവിടെ എറണാകുളത്തെ സംബന്ധിച്ച് UDF-ന് ഒരു മുൻതൂക്കമുള്ള ജില്ലയാണ്. പക്ഷേ അത് ഇത്തവണ തിരുത്തു കുറിക്കും എന്നാണ് LDF-ന്റെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകളിലും ഒപ്പം തൃപ്പൂണിത്തുറ, അതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷനിലടക്കം ഉള്ള ഇടങ്ങളിൽ BJP NDA വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആലുവ നഗരസഭയിലടക്കം NDA വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആലുവ നഗരസഭയിലെ എല്ലാ ഡിവിഷനുകളിലും NDA സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എല്ലാ ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. അങ്ങനെ വലിയ പ്രതീക്ഷ എല്ലാ മുന്നണികൾക്കും ഉണ്ട് എന്നതായിരുന്നു. ഈ കൊച്ചി കോർപ്പറേഷന്റെ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിലവിൽ LDF ആണ്. പക്ഷേ മുൻപ് UDF ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ തിരിച്ചു പിടിക്കാം എന്നാണ് UDF-ന്റെ ഒരു പ്രതീക്ഷ. അത്തരം കണക്കുകൂട്ടലുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ ഒരു കണക്ക് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ നിമിഷം വരെ കിട്ടിയിരിക്കുന്ന ഒരു കണക്കാണ്. അത് നോക്കുകയാണെങ്കിൽ കിഴക്കൻ മേഖലയിൽ റൂറൽ ഏരിയയിലുമാണ് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ തന്നെ വാഴക്കുളത്ത് 80%-ലധികമാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് വലിയ ഒരു വോട്ടിംഗ് ശതമാനം തന്നെയാണ്. 80.14% വാഴക്കുളത്ത് വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വടവുകോട് മേഖലയിൽ 79.05% രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ 78.17%, കൂവപ്പടി മേഖലയിൽ 77.0%. അങ്ങനെ 80%-നോടടുത്ത വലിയ പോളിംഗ് ഈ മേഖലകളിലെല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് മൂവാറ്റുപുഴയിലും കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കൂത്താട്ടുകുളം മേഖലയിൽ വലിയ പോളിംഗ് ശതമാനമുണ്ട്. അതായത് 80-നോടടുത്ത പോളിംഗ് ശതമാനമാണ് അവിടെയെല്ലാം ഉണ്ടായിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ്റെ ഓരോ ഡിവിഷൻ ഏത് തരത്തിലാണ് എന്നതിൻ്റെ കണക്കുകൾ ഇനി വരാനുണ്ട്. പക്ഷേ അതിനോട് ഈ കിഴക്കൻ മേഖലകളിലും അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകളിലും ഉള്ള അത്രയും വോട്ടിംഗ് ശതമാനം ഉണ്ടാകുമോ എന്ന് സംശയമുണ്ട്. പൊതുവിൽ ഈ ഭാഗങ്ങളൊക്കെ തന്നെ ഒരു UDF മുന്നേറ്റമുള്ള ഭാഗങ്ങൾ തന്നെയാണ്. എന്തായാലും നമുക്ക് മൂവാറ്റുപുഴയൊക്കെ അതൊരു വലിയ രീതിയിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ടാകുന്ന മേഖലകളാണ്. എന്തായാലും ഇവിടെ 6 മണിക്ക് തന്നെ ഇവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഡിവിഷനുകൾ, ഈ പോളിംഗ് ബൂത്തുകളിലൊന്നും തന്നെ അങ്ങനെ വലിയ ക്യൂ വൈകുന്നേരത്തോട് അവസാന 1 മണിക്കൂറിലൊന്നും കാണാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തായാലും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോളിംഗ് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുകയാണ്. വലിയ അനിഷ്ട സംഭവങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഈ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 72 ബൂത്തുകളായിരുന്നു പ്രശ്നബാധിത ബൂത്തുകളായിട്ട് നേരത്തെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേക നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഏറ്റവും ഈ സമയം വരെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 4 കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ട് എന്നാണ്. ഒന്ന് മരടിൽ, അവിടെ NDA സ്ഥാനാർത്ഥിയുടെ അമ്മയുടെ വോട്ട് മറ്റാരോ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ ഒരു ഡിവിഷനിൽ 2 വോട്ട്, നേരത്തെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊക്കെ എടുത്തതാണ്, 2 കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ട്. അതിൽ ടെൻഡർ വോട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മണിയുടെ ഗ്രാമപഞ്ചായത്തിൽ ഒരു കള്ളവോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സ്ത്രീയാണ്, അവർ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ മറ്റാരോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ കള്ളവോട്ടുകൾ നടന്നിട്ടായതാണ് പറയുന്നത്. ഇതെല്ലാം തന്നെ പരാതിയായിട്ട് പോയിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോലീസ് എല്ലായിടത്തും കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് കൊച്ചി ഡിവിഷനിലടക്കം അല്പം മുൻപ് തന്നെ ACP ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള വലിയ രീതിയിലുള്ള നിരീക്ഷണം ജില്ലയിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പോളിംഗ് ശതമാനം 73 എന്ന് പറയുമ്പോഴും അത് 74 എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടി ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏറ്റവും അവസാനത്തെ കണക്ക്, അതായത് 73.48 അത് ഒരു പക്ഷേ ഇനിയും ഒന്നുകൂടി എല്ലാ ഗ്രാമീണ മേഖലയിലെ എല്ലാം വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി ചിലപ്പോൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കണക്ക്.